വൃക്കരോഗിയായ ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് 1800 രൂപയുടെ ലോട്ടറിയുമായി ആല സ്വദേശി മുങ്ങി. ചെങ്ങന്നൂർ മടത്തുംപടിയിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. ബൈക്കിലെത്തിയ ആല സ്വദേശിയായ പ്രതി ലോട്ടറി വിൽപ്പനക്കാരനായ പുലിയൂർ മനൂഭവനിൽ വിനുവിൽ നിന്നാണ് ലോട്ടറി വാങ്ങിയത്. 37 ലോട്ടറികൾ എടുത്ത ഇയാൾ പണം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് ബൈക്കുമായി കടന്നു കളയുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വിനുവിന്റെ ഭാര്യ സിന്ധു വണ്ടിയുടെ നമ്പർ എഴുതി വെച്ചു. സമയം 2:45 3:10 വരെ ലോട്ടറി വിൽക്കാൻ പറ്റത്തുള്ളായിരുന്നു. അന്നേരം ഒരാൾ ലോട്ടറി എടുക്കാനാണെന്ന് പറഞ്ഞ് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഞാൻ അന്നേരം സാധനം കൊടുക്കാൻ ഇപ്പുറത്ത് പോയ സമയം കൊണ്ട് അദ്ദേഹം 1800 രൂപയോളം ഉള്ള ലോട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ ലോട്ടറി മേടിച്ചുകൊണ്ട് അങ്ങ് വിജയൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് അങ്ങ് പോയി. ഞാൻ പെട്ടെന്ന് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പർ നോട്ട് ചെയ്തായിരുന്നു. ആവർത്തികളായി അദ്ദേഹത്തിൻ്റെ കണ്ണ് കാണാത്ത ആളിൻ്റെ അടുക്കൽ നിന്ന് പിന്നെ കാറേ വന്നും സ്കൂട്ടറെ വന്നും പല ആവർത്തികളായിട്ട് ഞങ്ങളെ ദ്രോഹിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ വേറെ മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. ചെങ്ങന്നൂർ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്ന് അന്വേഷിച്ചായിരുന്നു. അദ്ദേഹത്തിന് തിരക്കുന്നുണ്ട്, തിരക്കി കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞാണ് സാർ ഇവിടെ വന്നിട്ട് പറഞ്ഞു. കാരണം ഞങ്ങളുടെ അവസ്ഥ അതുപോലത്തെ വളരെ മോശമായ അവസ്ഥയാണ്. അദ്ദേഹത്തിന് കണ്ണ് കാണാൻ സാധിക്കാത്തതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റത്തില്ല. ഞാനും ഭർത്താവും ലോട്ടറി കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്യേണ്ട ആളാണ് ഭർത്താവ്. ഇത്തരത്തിൽ ലോട്ടറി തട്ടിയെടുക്കുന്നത് പ്രതിഷേധാർഹമാണ്. തട്ടിപ്പുകാരനായ ആളെ എത്രയും വേഗം പിടികൂടണം. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടണമെന്നും വിനുവിന്റെ ഭാര്യ പറഞ്ഞു. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസിന് വിധേയനാകേണ്ട വിനുവിന് കാഴ്ചശക്തിയും കുറവാണ്. മടത്തുംപടി ജംഗ്ഷനിൽ ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനം നടത്തിവരുന്ന ആളാണ് വിനു. ഞാൻ മടത്തുംപടിക്ക് ഒരു സമീപം ഒരു പെട്ടിമാടക്കടയിൽ ലോട്ടറി കച്ചവടം ചെറിയ ചെറിയ പച്ചക്കറി ഐറ്റങ്ങളും കച്ചവടം ചെയ്ത് എൻ്റെ തട്ട വന്ന് 1800 രൂപയുടെ ലോട്ടറി എടുത്തുകൊണ്ട് പോയി. ഇത് പല പ്രാവശ്യമായി പോയിട്ട് പുള്ളി വണ്ടി ഷാട്ടാക്കി. 1800 രൂപയുടെ ലോട്ടറിയാണ് കബളിപ്പിച്ചതെന്നും ഇയാളെ എത്രയും വേഗം പിടികൂടണമെന്നും വിനു പറഞ്ഞു. ഇടയ്ക്കിടെ എത്തി 500 രൂപയ്ക്ക് ലോട്ടറി വാങ്ങുന്ന ആളാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചെങ്ങന്നൂർ ആല സ്വദേശി കബളിപ്പിച്ചത്. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.